ഹായ് ഹലോ, ഞാനൊരു റിവ്യൂ ഉള്ള എൻ്റെ ഹോണസ്റ്റ് ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്റ്റ്സിൻ്റെ പറയാനായിട്ട്. അപ്പം ഞാൻ എന്താ പറയുക, എംറ്റീസൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പ്രോഡക്റ്റ് കണ്ടതും. ഓക്കെ, അപ്പം ഞാൻ ഒരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെ കൊളാബോ ഒന്നുമില്ല. താല്പര്യമുള്ളവർ വാങ്ങിക്കുക. ഈ ആപ്പ് ഗുഡ്നെസ്സിൻ്റെ ഡാൻഡ്രഫൊക്കെ അത്യാവശ്യം ഡാൻഡ്രഫൊക്കെ തലയിലുണ്ട്, നമുക്ക് സ്ക്രാച്ച് ചെയ്തതിന് ഡാൻഡ്രഫൊക്കെ വരുന്നെങ്കിൽ ഈ ആപ്പ് ഗുഡ്നെസ്സിൽ ഇതൊരു അഫോർഡബിൾ പ്രൈസിലുള്ള പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനോ കൊളാബോ ഒന്നുമല്ല. ഇത് ഞാൻ ഇതിൽ എത്ര കുപ്പി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമില്ല. മിക്കവാറും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ഇത് ഞാൻ മാത്രമല്ല, ഞാൻ എൻ്റെ സിസ്റ്റർ, എൻ്റെ ബ്രദറിനെല്ലാം ഞാനിത് പ്രിസ്ക്രൈബ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ഹാൻഡി ഡാൻഡ്രഫ് ഭയങ്കരമായിട്ടായി. ഹാൻഡി ഡാൻഡ്രഫ് ഷാംപൂസ് എല്ലാം യൂസ് ചെയ്ത് നോക്കിയിട്ടും ഒരു കുറവുമില്ല. അങ്ങനെ ഇരുന്നപ്പം ഒരു ദിവസം ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഞാൻ ട്രൈ ചെയ്തു, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് ഫോർ ഡ്രൈ സ്കാൽപ്പാണ്. ഓയിലി സ്കാൽപ്പിനുള്ളതും ഉണ്ട്, പക്ഷേ എൻ്റെയും സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയൊക്കെ ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ട് ഡ്രൈ സ്കാൽപ്പാണ്. നമുക്ക് ഇങ്ങനെ ആക്കുമ്പോഴേ പൊഴിഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നിന്ന് മാറ്റിയത് ഈ ഒരു പ്രൊഡക്റ്റാണ്. എൻ്റെ ബ്രദർ ഇപ്പോൾ ഒരു 2 മാസം കൊണ്ട് അവൻ യൂസ് ചെയ്ത് നല്ല മാറ്റം ഉണ്ടെന്നും പറയുന്നുണ്ട്. അത് മിക്കവാറും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. സ്റ്റോക്കിൽ വരുമ്പോൾ അവൻ എന്നോട് പറയും, സ്റ്റോക്കിൽ വരുമ്പോൾ അവനൊന്ന് അറിയിക്കണേ, അവന് വാങ്ങിക്കാനാണ്. കാരണം ഇത് മിക്കവാറും അത് സെയിൽ ടൈമിലൊക്കെ ആണെങ്കിൽ ഇത് മിക്കവാറും ഔട്ട് ഓഫ് സ്റ്റോക്കൊക്കെ ആയിരിക്കും. ഇതിൽ ഏതാണ്ട് ഈ ഒരു MT ഉണ്ട്, ഈ ഒരു MT ബോക്സ് ഉണ്ട്. ഒരെണ്ണം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒരെണ്ണം എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യ. MTസൊക്കെ കുറേയൊക്കെ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. അഫോർഡബിൾ പ്രൈസാണ് ഇതിൻ്റെ പ്രൈസ്. 300 മിക്കവാറും ഇത് 250ക്കും 240ക്കും ഒക്കെ ഓഫറിൽ നല്ലോണം പോകുന്നത്. അതുപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ തന്നെ വേറൊരു പ്രൊഡക്റ്റാണ് ആൻറ്റി ഡാൻഡ്രഫ് സ്കാൽപ്പ് സിറം. ഇത് സിറം നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പം ഹെയർ ഇതിൻ്റെ 30 ml ഉണ്ട്, 50 ml ഉണ്ട്. ഇതും അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇത് ഫുള്ള് ഞാൻ യൂസ് ചെയ്ത് തീർത്ത്. ഇപ്പോൾ ഞാൻ മറ്റേ ട്യൂബ് സൈസിൽ ഇതും ഒരു 3 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ആർക്കും, കാരണം എല്ലാവരും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും താരനൊക്കെ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത് നല്ലതായിട്ടിരുന്നാലേ നമുക്ക് ഡാൻഡ്രഫ് കുറയുന്നത്. അപ്പോൾ ഇൻടേക്കും ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രൊഡക്റ്റ് സ്കാൽപ്പിൽ ആഴ്ചയിൽ ഒരു ദിവസം ഹെവി ഡാൻഡ്രഫ് ആയിരുന്നെങ്കിൽ ആഴ്ച 2 ദിവസം ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഓയിൽ സ്കാൽപ്പിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ എവിടെ തോന്നി തരുന്നുണ്ടോ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പം ചിലപ്പം പെട്ടെന്ന് തീരുമായിരിക്കും. ഇത് 30 ml ആണ് ഇപ്പോഴും ഉള്ളത്, 50 ml ഒന്നും ഇറക്കിയിട്ടില്ല. പക്ഷേ മിക്കവാറും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ഇപ്പോൾ സ്റ്റോക്കിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം, ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. പക്ഷേ കൂടുതലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത് ഈ ഒരു സിറമാണ് മിക്കവാറും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത്. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ തന്നെ ലെഫ്റ്റ് 12 പീസസ് അങ്ങനെയൊക്കെ എഴുതി കാണിക്കും. 1 or 2 പീസ് ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടത്തുമില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം താരനൊക്കെ ഉള്ള ഫ്രണ്ട്സോ കസിൻസോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് എത്ര യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഈ ബോട്ടിൽ ഗ്ലാസ് ബോട്ടിലാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഓക്കെ, ഇത് മിനിമലിസ്റ്റിൻ്റെ CPH കോംപ്ലക്സ് പ്ലസ് ഒലിഗോപെറ്റിക്സ് 0.8% ആൻറ്റി ഡാൻഡ്രഫ് സിറമാണ്. ഇത് ട്രീറ്റ് ഡാൻഡ്രഫ് ആൻഡ് ഇച്ചിനെസ് ഫോർ ഓൾ സ്കാൽപ്പ് ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാ സ്കാൽപ്പ് ടൈപ്പും ആപ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇത് 500 ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരുന്നത്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലാവാനാണ് സാധ്യത. ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് 50 ml പ്രോഡക്റ്റാണ്, അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ബോണ്ടൊക്കെ ആയാലും അത്യാവശ്യം ഇച്ചിരി പ്രൈസി സൈഡാണെങ്കിലും ഈ വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ഇത് നല്ല വാട്ടറി കൺസിസ്റ്റൻസി. ഞാൻ ഒറ്റ ബോട്ടിലേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് മിക്കവാറും ഇപ്പം ഒന്നെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ പ്രൈസ് ഹൈപ്പിലായിരിക്കും. അങ്ങനെ ഇരിക്കും. ഗ്ലാസ് ബോട്ടിലും കൂടെ ആയതുകൊണ്ട് ഇത് ഒരുപാട് ഇച്ചിനെസ്, നമുക്ക് സ്കാൽപ്പിൽ ചൊറിച്ചിൽ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് നമുക്ക് ആക്നെയൊക്കെ വരുന്ന രീതിയിലാണെങ്കിൽ ഈ സിറം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതായിട്ട്. ഇതും എല്ലാ സിറം സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, ഹെയറിലോ ലെങ്ത്തിലോ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓൺലി ഫോർ സ്കാൽപ്പ്. എവിടെയൊക്കെ ഡാൻഡ്രഫ് ഹെവി ആയിട്ടുള്ള ഡാൻഡ്രഫും ഇച്ചിനെസ്സും ഉണ്ടോ, ഏത് സ്കാൽപ്പ് ടൈപ്പ് ആയാലും ഡ്രൈ ആയാലും ഓയിലി ആയാലും ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പ്രൈസിയാണ്, അഫോർഡബിൾ പ്രൈസിനുള്ള പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രോഡക്റ്റാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാൻ. അത് അഫോർഡബിൾ പ്രൈസിൽ ഒന്നാമത് കിട്ടും. അതേപോലെ എന്താ പറയുക, നല്ല റിസൾട്ടും തരുന്നുണ്ട്. അഫോർഡബിൾ പ്രൈസുമാണ്, നല്ല റിസൾട്ടും തരുന്നുണ്ട്. ഇത് ഇത്തിരി അത്യാവശ്യം പ്രൈസിയാണ്. അതിൻ്റെ കൂടെ ഇച്ചിനെസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒരു എന്താ പറയുക,
ഇതൊരു ചൊറിച്ചിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴേ ഒരു ചൊറിച്ചിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും, ഉറപ്പായിട്ട് ഫീൽ ചെയ്യും. കാരണം എനിക്ക് പല പ്രാവശ്യം ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോഴല്ല എനിക്ക് ആ ഇച്ചിനെസ് എൻ്റെ തലയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ താരനും പോയിട്ടുണ്ട്. ഇച്ചിനെസ്സൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഇച്ചിനെസ്സൊക്കെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തൊക്കെ ഇത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ വേറൊരു പ്രോഡക്റ്റ് പറഞ്ഞത് ഞാൻ എൻ്റെ ബ്രദറും സിസ്റ്ററും എല്ലാം യൂസ് ചെയ്തിട്ടാണ് അവരുടെ അഭിപ്രായം ചേർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കാര്യം അത് നമ്മൾ മാത്രം യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഹെയറിൻ്റെ കാര്യമൊക്കെ ആകുമ്പോൾ ഹെയർ സ്കിന്നിൻ്റെ കാര്യം വേറൊരാളുടെ അടുത്ത് യൂസ് ചെയ്തിട്ട്, അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ആർക്കും കൊടുത്തില്ല. കാരണം ഇതിന് ഇച്ചിരി ഇച്ചിനെസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഇച്ചിരി ഇറിറ്റേഷൻ, ഒരു എന്താ പറയുക, ഒരു കെമിക്കൽ റിയാക്ഷൻ പോലെ നമ്മുടെ സ്കാൽപ്പിൽ അനുഭവം. ഹെവി ആയിട്ടല്ല, നമ്മളില്ല എന്താ പറയുക പ്ലംപിങ് ലിപ് ബാമൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ, ഒരു എന്താ പറയുക, ഒരു ഇച്ചിനെസ് പോലെ നമുക്ക് തോന്നും. അത് ഡാൻഡ്രഫ് പോകുന്നതായിരിക്കും. അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, ഇത് ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്താൽ മതി, ഒറ്റ ദിവസം ഇത് യൂസ് ചെയ്യാൻ മതി. ഹെവി ഇച്ചിനെസ് ഉണ്ടെങ്കിൽ മാത്രം, ഹെവി ആയിട്ടൊരു ഇച്ചിനെസ് ഉണ്ടെങ്കിൽ മാത്രം വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഹെയർ വാഷ് ചെയ്യുന്നതിന് ഹാഫ് ആൻ അവർ 1 മണിക്കൂർ മുമ്പായാലും അപ്ലൈ ചെയ്യുക. ഇച്ചിനെസ് ഉറപ്പായിട്ട് വേണം. കാരണം ഇത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഇച്ചിനെസ് നല്ലോണം വന്നിട്ടുണ്ട്. അതൊന്ന് കുറച്ച് നേരം കടിച്ചു പിടിച്ച് നിന്നിട്ട് പിന്നെ പോയി വാഷ് പോയി കളയാം. അത്യാവശ്യം ഓക്കെ. നല്ല എനിക്ക് ഇവിടെയൊക്കെ നേരത്തെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പം ഡാൻഡ്രഫ് വരുമായിരുന്നു. ഡാൻഡ്രഫ് ഇങ്ങനെ പൊഴിഞ്ഞു വീഴാൻ നിൽക്കും. അതിലൊരുപാട് മാറ്റമുണ്ട്. അപ്പം ഇത് യൂസ് ചെയ്ത സമയത്ത് ഇത് യൂസ് ചെയ്തിട്ട് പിന്നാണ് ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അത്യാവശ്യം ഒരു ബാലൻസ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വാങ്ങിക്കുന്നില്ല. ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ലിങ്ക് കൊടുത്തേക്കാം. മിനിമലിസ്റ്റിന് അത്യാവശ്യം കുറേ പ്രോഡക്റ്റൊക്കെ നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മുടെ ഫേസ് വാഷൊക്കെ ആയാലും നല്ല പ്രോഡക്റ്റാണ്. ഇതും ഒരു അടിപൊളി പ്രോഡക്റ്റ്. ഇതിനെപ്പറ്റി ആരും അങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു MTs എടുത്ത് മാറ്റുവാണ്. അപ്പോൾ ഇനി ഈ ബോട്ടിൽ കാണാൻ സാധ്യതയില്ല. ചിലപ്പോഴേ ഞാൻ വാങ്ങിക്കും, ഓഫറിലാണെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കും, ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കത്തില്ല. ഇപ്പോൾ അത്യാവശ്യം എൻ്റെ കയ്യിൽ സ്കാൽപ്പ് സെറം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും വാങ്ങിക്കാൻ നിൽക്കുന്നില്ല. അപ്പം ഇതാണൊരു പ്രൊഡക്റ്റ്. ഇതിൻ്റെയും കൂടെ ഒരു വാങ്ങിച്ചവരൊന്നും അതിൻ്റെ കമൻറ്റ് എങ്ങനെ അവർക്ക് റിയാക്ട് ആയെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് ഇത് നല്ലൊരു റിയാക്ഷനാണ് തന്നിരിക്കുന്നത്. നല്ലൊരു ഇച്ചിനെസ്സൊക്കെ പോയി, ഡാൻഡ്രഫൊക്കെ പോയി, ഹെയറിന് നല്ലൊരു സ്മെല്ലും തരും ഈ ഒരു പ്രോഡക്റ്റ്. ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഏത് ഷാമ്പു യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഏത് ഷാമ്പുവിലും ഞാൻ യൂസ് ചെയ്യും. കാരണം ഡാൻഡ്രഫ് നമുക്ക് അത് നമ്മുടെ തലേന്ന് പോകാനായിട്ടാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നെക്സ്റ്റ് ഒരു വീഡിയോ കണ്ടു.